Good morning, students. നമുക്ക് Keam 2020 ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. First question ആണ്, the domain of the function f given by f of x equal root of x minus 1 is. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി, then 1 ഓപ്പൺ ഇന്റർവൽ 1 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഓപ്പൺ 1 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഓപ്പൺ 0 ഇൻഫിനിറ്റി, ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ്. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 വരുമ്പോ നമ്മുടെ ഈ എക്സ് മൈനസ് 1 എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. ലെസ് ദാൻ 0 വന്നാൽ എന്താ സംഭവിക്കുക? അതൊരു കോംപ്ലക്സ് നെഗറ്റീവ് നമ്പർ ഓഫ് ദാറ്റ് ഇസ് കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറും. അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആകാതെ, നെഗറ്റീവ് നമ്പർ ആകാതെ വരണമെങ്കിൽ എക്സ് മൈനസ് 1ന്റെ വാല്യൂ എത്ര വരണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്ര വരണം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരണം. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർവൽ എന്തായിരിക്കും? അതിന്റെ ഇന്റർവൽ 1 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഓപ്പൺ 1 ഇൻഫിനിറ്റി. ഈ ആൻസർ ഇവിടെ ഇതിലാണ് കിടക്കുന്നത്, സി എന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ക്ലോസ്ഡ് ഓപ്പൺ 1 ഇൻഫിനിറ്റി. ഈ ഒരു പ്രോബ്ലത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1ല് എക്സ് മൈനസ് 1ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. ഒരിക്കലും 0 ലെസ് ദാൻ 0 വരാൻ പാടില്ല. ലെസ് ദാൻ 0 വന്നാൽ അതിന്റെ അകത്ത് നെഗറ്റീവ് നമ്പർ വരും. അപ്പൊ നെഗറ്റീവ് നമ്പർ വരാതിരിക്കണമെങ്കിൽ എക്സ് മൈനസ് 1ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. അപ്പൊ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരുമ്പോ എക്സിന്റെ വാല്യൂ എത്ര വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരും. ദാറ്റ് റെപ്രസെന്റ്സ് ക്ലോസ്ഡ് ഓപ്പൺ 1 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 1 ഇൻഫിനിറ്റി. അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇതിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം. Let f of x is equal to minus 2x square plus 1 and g of x is equal to 4x minus 3, then g of f minus 1. അതിന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് 9, സെക്കൻഡ് ഓപ്ഷൻ minus 9, C 7, D minus 7, E minus 8. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Let f of x equal to minus 2x square plus 1 and g of x equal to 4x minus 3. Then g of f minus 1 കണ്ടുപിടിക്കും. ഇതിന്റെ ഓപ്ഷൻസ് 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ g of f of minus 1 അത് നമുക്ക് എങ്ങനെ എഴുതാം? g of f of minus 1 എഴുതാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ g of f of minus 1 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. g of f of minus 1 എഴുതാം. g of f of minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എന്ന ഫംഗ്ഷനില് x ന് പകരം -1 കൊടുക്കുക. അപ്പൊ നോക്കി -2 into -1 സ്ക്വയർ പ്ലസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? -2 പ്ലസ് 1 ദാറ്റ് ഈസ് g of -1. ഇനി g of -1 എന്ന് പറഞ്ഞാൽ എന്താണ്? g of x ല് x ന് -1 കൊടുക്കുക. x ന് -1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 4 into -1 -3. -4 -3 -7. -7 എന്നുള്ള ആൻസർ ഉണ്ടോ? നമുക്ക് ആൻസർ ഉണ്ട് ഡി. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഡി = -7. അപ്പൊ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. g of f of -1 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ g of f of -1 വരും. ആദ്യം f of -1 കണ്ടുപിടിച്ചു, അതിന്റെ ആൻസർ -1 കിട്ടി. then g of -1 കണ്ടുപിടിച്ചു, അതിന്റെ ആൻസർ എത്ര കിട്ടി? നമുക്ക് -7. അപ്പൊ f of -1 കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തത്? f of x എന്ന ഫംഗ്ഷനിൽ x ന് -1 കൊടുത്തു. g of -1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? g of x ല് x ന് -1 കൊടുത്തു. അപ്പൊ ആൻസർ എത്ര കിട്ടി? -7 കിട്ടി. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. മൂന്നാമത്തെ പ്രോബ്ലം. if star is a binary operation defined by a star b is equal to
A by B, B by A, 1 by AB. For positive integers A and B. Then 2 star 5 എത്രയാണ് കണ്ടുപിടിക്കുക. എന്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 4, B 3, C 2, D 1, E 5. ഇതിലേതാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ സ്റ്റാർ ഇസ് എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ, സ്റ്റാർ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എയും ബി എന്താണ്? പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി പ്ലസ് ബി ബൈ എ പ്ലസ് എ ബൈ 1 ബൈ എ ബി. ഇതാണ് എ സ്റ്റാർ ബിയുടെ ഓപ്പറേഷൻ. അപ്പൊ എ സ്റ്റാർ ബി എന്ന് കണ്ടാൽ നമ്മൾ അതിന് എന്ത് എഴുതണം? എ ബൈ ബി പ്ലസ് ബി ബൈ എ പ്ലസ് 1 ബൈ എ ബി ആണ് എ സ്റ്റാർ ബി ഫോർ പോസിറ്റീവ് ഇന്റിജേഴ്സ് എ ആൻഡ് ബി. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2 star 5 കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? 2 star 5. ഇവിടെ 2ന് നമ്മൾ എ ആയിട്ട് എടുക്കാം, 5ന് നമ്മൾ ബി ആയിട്ട് എടുക്കാം. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 by 5 പ്ലസ് രണ്ടാമത്തേല് 5 by 2 പ്ലസ് 1 by എ ബിക്ക് എന്ത് കൊടുക്കാം? 2 into 5 that is equal to 10. അപ്പോൾ 2 by 5 പ്ലസ് 5 by 2 പ്ലസ് 1 by 10. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഏത് എൽസിയം എടുക്കാം? കോമൺ ആയിട്ട് 10 എടുക്കാം. 10 എടുത്താൽ 10ൽ 5 പ്രാവശ്യം 2 4, 10ൽ 2 പ്രാവശ്യം 5 5 25, 10ൽ 10 പ്രാവശ്യം 1. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 30 by 10. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 3. അപ്പൊ 2 star 5 ആൻസർ എത്രയാണ്? 3 ആണ്. 3 എന്നുള്ള ആൻസർ എവിടെയാണ് വരുന്നത്? ബി. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ബി എന്ന് കിട്ടും. അപ്പോ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ. അപ്പൊ സ്റ്റാർ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്താണ്? എ ബൈ ബി പ്ലസ് ബി ബൈ എ പ്ലസ് 1 ബൈ ബി. അപ്പൊ നമ്മള് എക്ക് പകരം 2ഉം ബിക്ക് പകരം 5ഉം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 star 5 കിട്ടും. അപ്പൊ 2 star 5 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് എഴുതിയെടുക്കുക. ഇതൊക്കെ കീമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ചില ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഇങ്ങനെ കുറെ സിമ്പിൾ ആയിട്ടുള്ളതും കുറച്ച് ടഫ് ആയിട്ടുള്ളതും ഒക്കെ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും കീമിന് നമ്മളോട് ചോദിക്കുക. അപ്പൊ ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ.